പരിപാടി ഇന്നലെ നിനക്ക് വീശിട്ടെന്തോ കുറച്ച് മീനൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ആ ഇന്നലെ വീശിയപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയടാ. രാത്രി ചുമ്മാരുടെ വീശി നോക്കിയതാ. അപ്പോൾ കുറച്ച് ചെമ്മീനും ഒരുപാട് വലുതൊന്നുമല്ല, ചെറുത് കിട്ടി. അപ്പോൾ എന്തായാലും ഇന്ന് ചെമ്മീൻ വെച്ച് റോസ്റ്റ് ചെയ്യാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. അത് നൈസ് ഐഡിയ. എന്നിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ആകുമ്പോൾ ചെമ്മീനും ഉണ്ടല്ലോ. അതാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ മൊത്തം ഒന്ന് കയറി കാണുക. എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പം നമ്മുടെ ചെമ്മീനും ഐറ്റംസ് എല്ലാം അവിടെ റെഡിയാണ്. അപ്പോൾ നേരെ പോയി അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയുള്ള ചെമ്മീൻ നമ്മൾ വീശി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ മിക്സാണ്. നമ്മൾ ഇതിനകത്ത് ചെമ്മീൻ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റ് ചെമ്മീൻ. ഒരുപാട് വലിപ്പമുള്ളതൊന്നും അല്ല. ഇത് കുറച്ച് 2-2.5 മണിക്കൂറോളം പിടിച്ചു ഇത് വീശി എടുക്കാനായിട്ട്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഈ 2.5 മണിക്കൂറൊന്നൊരു സമയമേ അല്ലാതായിപ്പോയി. അതുകൊണ്ട് ഒരുപാട് വലിപ്പമുള്ളതല്ല, ഇത്ര വലിപ്പമുള്ളൂ, ഒരുപാട് വലുതൊന്നുമല്ല, ഇത്ര വലിപ്പമുള്ളത് വെച്ചാണ് നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കഴുകി ഇതിൻ്റെ എന്താ പറയുക തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് എടുക്കണം. അപ്പോൾ അതിനകത്ത് ഞാനൊരു മൺചട്ടിക്കകത്ത് ഇട്ട് നല്ല തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു. തിളച്ച വെള്ളം എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറി നല്ല ഓറഞ്ച് കളറായിരുന്നു. നേരത്തെ ആഷ് കളറായിരുന്നു. നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇതൊന്ന് തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ കുറച്ചുകൂടിയൊക്കെ സിമ്പിളാവും. കാരണം സാധാരണ പച്ചക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാംസം ഉടഞ്ഞുടഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ മാംസത്തിന് കുറച്ച് കട്ടിയാവും. ആ തോലൊക്കെ അതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തോല് പൊളിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് ആ വെള്ളം ഊറ്റി കളയാം. ഇനി നമ്മുടെ തോല് പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പം നല്ല ഫ്രഷ് ചെമ്മീനാണ്. അപ്പോൾ ഇതിൻ്റെ തോല് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ വാലിൻ്റെ തുമ്പത്ത് ഒന്ന് പിടിച്ചൊന്ന് ബാക്കിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് അത്രയും മാത്രം ഊരിപ്പോരും. ഒരു ക്യാപ്പ് ഊരിയതുപോലെ അത്രയും ഊരിപ്പോന്നു. ഇനി അതിൻ്റെ മുകളിൽ അതിൻ്റെ പുറത്ത് ആ ഒരു റൗണ്ടിൽ തോലുണ്ട്, അതും കൂടെ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും ഓക്കെ. പിന്നെ തലയ്ക്ക് ജസ്റ്റ് ഞെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാംസം മാത്രം ഇടുന്നത് ഇതിങ്ങനെ നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ചെമ്മീൻ എടുക്കുക, അതിൻ്റെ ബാക്കിൽ അതിൻ്റെ വാലയിൽ പിടിച്ച് വലിക്കുമ്പോൾ വാലൂരി പോന്നു. അതിൻ്റെ പുറത്തെ ആ തൊലി ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പൊളിച്ചെടുക്കുക. ആ തൊലിയൊന്ന് പൊളിക്കുക, നേരെ തലയെ പിടിച്ച് തലയ്ക്ക് ഞെക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ മാംസം ഇങ്ങനെ കിട്ടി. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ മൊത്തം ചെയ്ത് അങ്ങനെ എടുക്കണം. അപ്പോൾ കുറച്ച് ഏറെയുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ നിന്ന് അത്രയും ചെയ്യുക. ഇത് ഞാൻ ഒരു 3/4 കാല് എന്ന രീതിയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. സ്വല്പം വലുപ്പമുള്ളതിനൊക്കെ ഞാൻ അല്ലാതെ തല കളയാതെ ഒരു സെക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ അതും സെയിം പോലെ വാല് കളയുക, അതിൻ്റെ മേളത്തെ ആ ഒരു തോലും കളയുക. എന്നിട്ട് നമ്മൾ തല കളയുന്നില്ല, നമ്മൾ തലയോട് കൂടിയാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തലയുടെ മേളിൽ ജസ്റ്റ് ഒരു ഞെക്കി വെക്കുക. അപ്പോൾ അതിനകത്തൊരു കയ്പൊരു സാധനമല്ല, അതൊന്ന് പോകണം. അപ്പോൾ ഒന്ന് ഞെക്കി തലയോട് കൂടി നമുക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം 3/4 ഭാഗം നമ്മൾ തലയില്ലാതെ എടുത്തു, 1/4 ഭാഗം നമ്മൾ തലയോട് കൂടി എടുത്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. എന്തായാലും അടുത്ത് തന്നെ ഞാൻ ഈ ചെമ്മീൻ പിടിക്കുന്നതും വീശുന്നതും ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ 2 സെക്ഷനായിട്ട് പൊളിച്ച് കഴുകി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3/4 ഭാഗം നമ്മൾ തലയില്ലാതെ മാംസം മാത്രമാക്കിയും വെച്ച് 1/4 ഭാഗം നമ്മൾ തലയോട് കൂടിയും വെച്ച് ഇനി നമുക്ക് മസാലയൊക്കെ തേച്ചൊന്ന് പുരട്ടി വെക്കേണ്ട സമയമാണ്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നമ്മുടെ നാടൻ മുളക് പൊടി അത് 2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. രണ്ടൊരു നല്ല എരിവും കാര്യങ്ങളൊക്കെ നല്ല ചുമന്ന കളറും ഒക്കെ ഇട്ടായിട്ടാണ്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും മല്ലിപ്പൊടി ഞാൻ 1/2 ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ലേശം കുരുമുളക് പൊടിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണേൽ കുറച്ച് നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുറച്ച് കുരുമുളക് പൊടി നാരങ്ങ നീരും ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് നല്ല ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വറക്കുന്നത് 2 സെക്ഷനായിട്ട് തന്നെയാണ്. ആദ്യം നമ്മൾ തലയില്ലാത്ത ആ ഒരു സെക്ഷൻ ആദ്യം വറക്കുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ തല മാറ്റിയിട്ട് അത് മാത്രം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ വറക്കുന്നത്. അടുത്ത സെക്ഷനിൽ തലയുള്ള സെക്ഷൻ, അങ്ങനെയാണ് 2 സെക്ഷനായിട്ടാണ് നമ്മൾ വറക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. പിന്നെ നമ്മൾ അപ്പുറത്തു നിന്ന് നമ്മുടെ ചെമ്മീൻ
നമ്മുടെ ചെമ്മീനെ അതിനകത്തോട്ട് എടുത്തങ്ങ് ഇടുവാണ്. അപ്പോൾ നല്ല തിളച്ചെണ്ണയ്ക്ക് അതിട്ട് ആഹാ നല്ല കിരാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നമുക്ക് ഒരു ബ്രൗൺ കളറിൽ, നമുക്കൊരു മെറൂണിഷ് ബ്രൗൺ കളറിൽ കിട്ടണം. അപ്പോൾ നല്ല ബ്രൗൺ കളറിലാവുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ 2 കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്, കറി ലീഫ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഇതിനകത്തൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് കിട്ടാനായിട്ട് ഞാൻ ആ കറിവേപ്പിലയും കൂട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാൻ പോവാണ്. അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാതെ നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് വറുത്ത് നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. അതാ നോക്കിയേ, നല്ല മണം ആ ഒരു മസാലയുടെ അതിൻ്റെയൊക്കെ നല്ല അടിപൊളി മണം അടിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഈ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളുടെ പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇത് കോരിയെടുത്ത് മാറ്റിയേക്കുക. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലയോട് കൂടിയ സെക്ഷനാണ്. അപ്പം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ നല്ല ബ്രൗണിഷ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മുരിച്ച് വറുത്തെടുക്കുക. അതും നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ സെയിം എണ്ണയിൽ തന്നെയാണ് വറുത്തത്. ഓക്കെ, അപ്പോൾ അത് നല്ല ബ്രൗൺ കളറായി. ഇതാ നോക്കിയേ, ആ ചെറിയ മാംസം ഇല്ലാത്തത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. നമുക്ക് വറുത്ത് കഴിയുമ്പോൾ ആ ഒരു സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് എമൗണ്ട് കുറയും. അപ്പോൾ അതാ തലയുള്ളതും തലയില്ലാത്തതും. അപ്പോൾ തലയുള്ളത് കാണുന്നതാണ് രസം, ആ ചെമ്മീനാണെന്ന് മനസ്സിലാകും. മറ്റേത് ചെറിയ പയർ പോലെ തന്നെ കിടക്കുന്ന. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, നല്ല ടേസ്റ്റുമാണ്. പക്ഷേ നമ്മൾ മസാലയും കൂടെ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടി 3 സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു അര കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ഇത്തിരി കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ അപ്പോൾ സാധാ പോലെ ഒരു പാത്രത്തിനകത്ത് വീണ്ടും ലേശം എണ്ണ ഒഴിച്ച് ഇതിനകത്ത് ഇത്തിരി കടുക് പൊട്ടിച്ച് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ്. അപ്പോൾ അതേ കടുകിട്ട് നല്ല പട്ടേന്ന് കടുക് പൊട്ടുന്നുണ്ട്. നന്നായിട്ട് കടുക് പൊട്ടുക. കടുക് നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. നന്നായിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ഇത്തിരി പെരിഞ്ചീരകം കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ലേശം പെരിഞ്ചീരകം ഇട്ട് അത് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുരിയട്ടെ. അപ്പോൾ അതാ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് അതിനകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. വഴട്ടി നല്ല ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വഴട്ടി മുരിച്ചെടുക്കണം. അപ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ വരട്ടുവാണ്. അപ്പോൾ അതാ നന്നായിട്ട് വഴട്ടി ഇതാ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കളർ പാറ്റേൺ നമുക്ക് കിട്ടണം. ഇതാണ് നന്നായിട്ട് വഴണ്ട് നല്ല ഇപ്പം തന്നെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ അതാ അടുപ്പത്ത് ഞാനങ്ങ് മാറ്റി. അപ്പോൾ അതേ വേറൊരു പാത്രത്തിലിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിനിടയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഇതിനെ. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് കോരി എണ്ണ വേറൊരു പാനിലേക്ക് കുറച്ച് അരിച്ച് അതിൻ്റെ അടിയിൽ നിന്ന് മട്ടൊക്കെ കളഞ്ഞിട്ട് എണ്ണ മാത്രം എടുത്ത് അതിനകത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അത് ലേശം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ച എണ്ണ ആയതുകൊണ്ടാണ് ഈ പതഞ്ഞ് വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ വാടി കാണണം, കാരണം നന്നായിട്ട് തിളച്ച എണ്ണയായിരുന്നു. അപ്പം ഏകദേശം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക്, ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടതാണ്. അപ്പോൾ അതും ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെ കളർ ആ ഒരു കടും പച്ച കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളർ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതും എടുക്കണം. അപ്പോൾ അതാ എണ്ണയ്ക്ക് തന്നെ ഇപ്പം ആ ഒരു ഓറഞ്ച് കളറാണ്, കാരണം നമ്മൾ നേരത്തെ വറുത്ത് പോരേണ്ട അവർ. ഇനി ബാക്കി നമ്മൾ 3 സവോളകളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് മിക്സ് ആയപ്പോൾ തന്നെ ആ എണ്ണയുടെ കളറാണ് ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം മൂത്തിട്ടില്ല, കാണുമ്പോൾ അറിയാം ആ ഒരു എണ്ണയുടെ കളറാണ് അതിൽ പിടിച്ചേക്കുന്നത്. ഞാൻ 2 കറിവേപ്പിലയും കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സവാള ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ 2 ടീസ്പൂണോളം മുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലപ്പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാലപ്പൊടി യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പൊടിയുടെ ആ ഒരു ചുവയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് നമ്മൾ തക്കാളി, ഞാൻ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വേവിച്ചെടുക്കുക. അതിൻ്റെ തൊലിയെന്ന് ആ ഒരു മാംസം ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതും ഏകദേശം ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്തും ആ ഒരു കോമ്പിനേഷൻ ഇതിനകത്തേക്ക് ഇടുക. പിന്നെ ലേശം പെരിഞ്ജീരകപ്പൊടി ഞാൻ ലേശം ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ പുളിയുടെ ചാറ്, ഞാൻ കുടംപുളി നേരത്തെ ഒന്ന് വെള്ളത്തിൽ കലക്കി, അതായത് ചാറോ അല്ലെങ്കിൽ വാളംപുളി ഏതെങ്കിലും പുളിയുടെ പുളി കഴുകിയ പുളിയുടെ ആ നീര് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തക്കാളിയുടെ ഇതിൻ്റെയൊക്കെ ഒരു പുളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ട് നമ്മുടെ തലയില്ലാത്ത ആ ചെമ്മീൻ അതിൻ്റെ ഒരു പകുതി ചെമ്മീനകത്ത് ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ബാക്കി പകുതി ഇപ്പോൾ ചേർക്കുന്നില്ല, അവസാനം ഇതെല്ലാം കഴിഞ്ഞ് മേളിൽ മാത്രം നമ്മൾ ഇടുന്നുള്ളൂ. സെർവ് ചെയ്യാൻ പോകുന്നത് ഞാൻ നമ്മുടെ നാടൻ വാഴയില എടുത്ത് അതിലേക്ക് നമ്മൾ ആ ഒരു മസാലയുടെ ലെയർ സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നല്ല ചൂട്, നല്ല ചുമല കളറിലെ നല്ല മണമൊക്കെ വരുന്ന അടിപൊളി മസാലയാണ്. ആ മസാലയുടെ മണം തന്നെ മതി, നമുക്ക് ചെമ്മീൻ ഇട്ടില്ലേലും നമുക്ക് കഴിക്കാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ നായകൻ നമ്മുടെ ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ ആ ചെമ്മീനും കൂടെ ഇട്ടതിന് ശേഷമേ നമുക്കിത് പിടിക്കാൻ പറ്റത്തുള്ളൂ, നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മസാലയുടെ ആ ഒരു ലെയർ അവിടെ സെറ്റ് ചെയ്തത് കാണുമ്പോൾ തന്നെ ഇത് വല്ലാത്തൊരു മണം അടിക്കുന്നുണ്ട്. ഇത് കാണും ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാം. നമുക്ക് വായിലിങ്ങനെ വെള്ളം ഇങ്ങനെ വരും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ നമ്മുടെ തലയില്ലാത്ത മാംസം മാത്രം വെച്ചിരുന്ന ആ ഒരു സെക്ഷൻ ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് തലയുള്ള നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു സെക്ഷനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ അടുക്കി അങ്ങനെ വെക്കുവാണ്. അത് വന്നും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചെമ്മീൻ റോസ്റ്റിന് അതിൻ്റേതായിട്ടൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നെങ്കിലും കഴിക്കുമ്പോൾ ഒരു ചെമ്മീൻ എടുക്കുക, കുറച്ച് ഗ്രേവി ആയിട്ട് അങ്ങനെയാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിച്ചാൽ ആ എല്ലാത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി ഗാർണിഷ് ചെയ്തിട്ട് കറിവേപ്പിലയും സവോളയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ മസാല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീനാണ് നമ്മൾ വീശി എടുത്ത് കയ്യോടെ നമ്മൾ ഉണ്ടാക്കിയ നല്ല ഫ്രഷ് ചെമ്മീൻ. നിങ്ങൾക്കും ഇതുപോലെ ഫ്രഷ് ചെമ്മീൻ നിങ്ങൾ ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇടയ്ക്കില്ല, നിങ്ങളിനി ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ജീവിതകാലത്ത് ഇതേ ഉണ്ടാക്കുള്ളൂ, ഞാൻ ഗ്യാരണ്ടിയാണ്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞാൻ വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം ചെമ്മീൻ്റെ ഐറ്റം തന്നെ, മിക്കപ്പോഴും നമ്മൾ ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ടേസ്റ്റാണ്. നമ്മൾ ഒരു വട്ടമെങ്കിലും ഈ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ഐറ്റത്തിലേക്ക് ചെമ്മീൻ്റെ വേറൊരു ഡിഷിലേക്ക് പോകത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ്റെ അതേ ഇവിടെ ചെമ്മീനെ പോയി ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നോക്കിയേ, ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം, നമ്മുടെ ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവനെ ഇങ്ങനെ ഒരു ചെമ്മീൻ്റെ പീസെടുക്കുക, തലയോട് കൂടി. തലയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തലയോട് കൂടി എടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നത് അതിൻ്റെ കൊമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കളയണ്ടേ, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് സാധനമാണ്. ഇങ്ങനെയാണ് കഴിക്കേണ്ട ഒരു ചെമ്മീൻ എടുക്കുക, അതിൻ്റെ ഗ്രേവിയിലും മുക്കി ഇത് പറയുമ്പോൾ തന്നെ വായിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിട്ടിട്ട് വീഴുന്നു. അപ്പം നിങ്ങൾക്കും കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കി ഇനി എങ്ങനെ ചെമ്മീൻ പിടിക്കുന്നത്, വീശുന്നത്, അതൊക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ ഒരു ദിവസം ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ ഈ ആറ്റിൽ തന്നെ വീശി പിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എല്ലാം ഒന്ന് കയറി കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇതുപോലെ പുത്തൻ അടിപൊളി വീഡിയോ ഇട്ട് വരുന്നത് ആൽബിൻ സൈനിങ് ഔട്ട്. ബൈ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.